ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് രാവിലത്തെ പരിപാടി നമ്മൾ കടലക്കറി ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. കടലയൊക്കെ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തിയൊക്കെ എടുത്തതാണ്. അപ്പോൾ അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടാണ്ട് നല്ലോണം നമ്മുടെ കുക്കറിൽ വിസിലടുപ്പിച്ചെടുക്കുകയെന്ന് കേട്ടോ വിചാരിക്കുന്നത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയോ മുളകും പൊടിയോ അതേപോലെ ചതച്ചതോ വെളുത്തുള്ളി അങ്ങനത്തെ ഇഞ്ചി അങ്ങനത്തെ ഒന്നും ചതച്ചതൊന്നും ചേർത്ത് കൊടുക്കണില്ല. വെറും മഞ്ഞൾപ്പൊടി, പച്ചമുളക്, തക്കാളി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് മാത്രം ഇട്ടുകാണ്ട് നല്ലോണം വിസിലടുപ്പിച്ച് കാണ്ട് വേവിച്ചെടുക്കാം കേട്ടോ. ബാക്കിയുള്ള പരിപാടിയൊക്കെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് പുട്ടുണ്ടാക്കാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ കുറച്ച് ചോറ് എടുത്തുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, ഫ്രീസറിൽ വെച്ചിരിക്കുന്നു കേട്ടോ, ഒന്ന് കട്ടായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല കട്ടയാണ്, ഞാൻ എടുത്ത് വെക്കാനൊന്ന് മറന്നു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലാസ് വെച്ചിട്ട് നല്ലോണം ഉടച്ചെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടേക്ക്. നല്ലോണം കൊണ്ട് ഇളക്കിയെടുക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ലോണം ഇങ്ങോട്ട് ഇളക്കി പാകാക്കി കൊണ്ട് എടുക്കുകയാണ്. ഫ്രീസറിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ നനവോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മിക്സിയിലിട്ട് കണ്ട് പൊടിച്ച് കഴിഞ്ഞാൽ നല്ല ഷറോട് കൂടി തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതാ പുട്ടൊക്കെ ചുടുന്നുണ്ട്, കണ്ടില്ല, നല്ല സോഫ്റ്റുള്ള പുട്ടാണ് കേട്ടോ. നമ്മളിങ്ങനെ ഉണ്ടാക്കിയാന്നൊന്നും തോന്നില്ല. നമ്മൾ ഇടിച്ച് ചുട്ട അരി ഇടിച്ചുകാണ്ട് വറുത്ത് പുട്ടുണ്ടാക്കിയ പോലെ ഉണ്ട്. പിന്നെ അതേപോലെ ഞാൻ കറിക്കുള്ള അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഇട്ടു, വെളുത്തുള്ളിയും ചീരുള്ളി ഇട്ട് കൊടുത്തു കേട്ടോ. വെളുത്തൊരു 3 അല്ലി വെളുത്തുള്ളിയും പിന്നെ ചീരുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്കും തന്നെ ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം എന്നിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ കടലയൊക്കെ വെന്ത് നല്ലോണം റെഡി ആക്കണം കേട്ടോ. നല്ലോണം വെന്തുകാണ്ട് ഉടഞ്ഞിട്ടില്ല എന്നുള്ളൂ, നല്ലോണം വെന്ത് റെഡി ആക്കണേ. ഞാൻ പുട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് തന്നെ, പുട്ട് ചുടാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ മറ്റേ അടുപ്പത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. കടല ചെറിയ സിമ്മിലാക്കി വെച്ചുകാണ്ട് അങ്ങനെ അവിടെ കിടന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് പുട്ടൊക്കെ റെഡി ആയപ്പോൾ ഇതിന് നമ്മുടെ കടലയും വെന്ത് റെഡിയായി. പിന്നെ അതൊക്കെ ഒന്നോട് തിളപ്പിച്ചെടുത്തുകാണ്ട് ചെറിയ ഉള്ളിയും കരിവേപ്പിൻ്റെ ഇലയും പാടെ വെളിച്ചെണ്ണയിൽ ഇട്ടുകാണ്ട് ഒന്ന് മൂപ്പിച്ച് കാണ്ട് കറിക്കൊന്നുകൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടാണ്. അപ്പോൾ നമ്മൾ രാവിലത്തെ പരിപാടി ഇവിടെ റെഡിയായി. അപ്പോൾ അതാ ഇനിയുള്ള പരിപാടി എന്താ വെച്ചാൽ ഇനി ചായ കുടിച്ചാണ്, പിന്നെ എന്നിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ.